സിദ്ദിഖിന് പകരം വനിതാ ജനറൽ സെക്രട്ടറിയെ നിയമിക്കാൻ അമ്മ സംഘടനയിൽ ആലോചന നടക്കുന്നതായി സൂചന. WCCയുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. വൈസ് പ്രസിഡന്റായ ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അന്തിമ തീരുമാനം നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് സൂചന. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. അമ്മയിൽ എന്തായാലും വലിയ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഒരു ചരിത്രപരമായ മാറ്റത്തിന് തന്നെ സംഘടനയിൽ കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതാ അംഗത്തെ നിയോഗിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. അതിന് ഉള്ള ചർച്ചകൾ ഒരു വിഭാഗത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു സാധ്യത വലിയ തോതിൽ തന്നെ സംഘടന പരിശോധിക്കുന്നുമുണ്ട്. ഇപ്പോൾ സംഘടനയ്ക്കുണ്ടായിരിക്കുന്ന അവമതിപ്പ്, നാണക്കേട്, ഇതെല്ലാം മാറ്റണമെങ്കിൽ ഒരു വനിതാ അംഗം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ശക്തമായ ആവശ്യം സംഘടനയിൽ ഉയർന്നിട്ടുണ്ട്. അത് നേതൃത്വം അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനം അമ്മയുടെ ബൈലോ തന്നെയാണ്. ബൈലോ പ്രകാരം 11 അംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് വേണം പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വരാൻ. അതുകൊണ്ട് തന്നെ നിലവിൽ എക്സിക്യൂട്ടീവിലുള്ള ആളുകളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം WCCയുമായി ചർച്ച നടത്തി പുതിയൊരു അംഗത്തെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ഭേദഗതി പ്രകാരം പകരം ഒരാളെ നിയോഗിക്കുക, അതല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് രണ്ട് സാധ്യതകളായി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള പുതിയ ആളെ തിരഞ്ഞെടുക്കുന്നതിൽ നിൽക്കുന്നത്. ഈ രണ്ട് സാധ്യതകൾ ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് WCCയുമായൊക്കെയായി ചർച്ച നടത്തിക്കൊണ്ട് സ്വീകാര്യമായ ഒരു വനിതാ അംഗത്തെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കങ്ങളാണ്. അതുമല്ലെങ്കിൽ 11 അംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരു വനിതാ അംഗം. അതിനുമപ്പുറത്തേക്ക് ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ശക്തമായ ചർച്ചകളും ഒരു വിഭാഗം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനും ബൈലോ പ്രധാന ഘടകമാണ്. നിലവിൽ 11 അംഗ എക്സിക്യൂട്ടീവ് എന്നൊരാളെ നിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ബൈലോയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ജഗദീഷ് ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ബൈലോ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ബൈലോ ഭേദഗതി ചെയ്യണമെങ്കിൽ ജനറൽ ബോഡി കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനറൽ ബോഡിക്ക് മാത്രമേ ഈ ബൈലോ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് നാളത്തെ എക്സിക്യൂട്ടീവിൽ ജനറൽ ബോഡി ചേരണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ജഗദീഷിന് വേണ്ടിയുള്ള ആവശ്യം ശക്തമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം കൊണ്ടുവന്ന നിലപാടുകൾ, സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിലെ ചില പരാമർശങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഇടപെടലുകളെല്ലാം തന്നെ സജീവ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ജഗദീഷിന് വേണ്ടിയുള്ള ശക്തമായ വാദങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ എക്സിക്യൂട്ടീവ് യോഗം അതിനിർണായകമാണ്. സംഘടനാ തലപ്പത്ത് ചരിത്രപരമായൊരു അഴിച്ചുപണിക്ക് അമ്മ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ചില അംഗങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. പൃഥ്വിരാജ്, കുഞ്ചാക്കോവൻ അടക്കമുള്ളവരെ അമ്മയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ രണ്ടുപേരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നെങ്കിലും ഈ രണ്ടു താരങ്ങൾ അതിനോട് വിസമ്മതിക്കുകയായിരുന്നു. എന്തായാലും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇവർ രണ്ടുപേർ ഈ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമോ, ഏറ്റവും നിർണായകമായ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരാണ് വരിക, വനിതാ അംഗം എന്നുള്ളൊരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് അമ്മ കടക്കുമോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാന ചോദ്യങ്ങൾ. അതെന്തായാലും നാളെ അതിലൊരു തീരുമാനമുണ്ടാകും. ഒപ്പം WCCയുമായി ഏത് തരത്തിലാകും അമ്മ ചർച്ച നടത്തുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.